ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് രവി, അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ മാസത്തിൽ നിന്നും, മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മടാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിൽ നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പം ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രൻ്റെ കൂടെ. അപ്പം ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപൻ്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം ജലരാശിയായിട്ടുട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രൻ്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാകും എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചെറുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്തുതന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. മകം നക്ഷത്രക്കാർക്ക്, അതായത് വിഷുഫലത്തിൽ 2024 ഏപ്രിൽ 13 തൊട്ടിട്ട് 2025 ഏപ്രിൽ 14 വരയ്ക്കുള്ള വിഷുഫലത്തിൽ മകനക്ഷത്രക്കാർക്ക് വിഷുവസാൽ നോക്കുകയാണെങ്കിൽ ഗുണഫലങ്ങളാണ് കാണുന്നത്. അതായത് വിഷുവസാൽ എന്ന് പറയുന്ന സമയത്ത് ആ രവിസംക്രമം പ്രകാരം തന്നെ, ഞാൻ പറഞ്ഞിരിക്കുന്ന രവിസംക്രമം പ്രകാരം തന്നെ, അതായത് മേടൻ രാശിയിൽ പ്രവേശിക്കുന്ന സമയത്തിൻ്റെ ഒരു ഇതുകൊണ്ട്, തുലാ ലഗ്നത്തിൻ്റെ ഇതുകൊണ്ട് നോക്കുന്ന സമയത്ത് മകനക്ഷത്രം ലഗ്നത്തിൻ്റെ 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതുകാരണം തന്നെ ഉദ്ദിഷ്ടകാര്യ സാധ്യതകളെല്ലാം നടക്കുവാനുള്ള സാധ്യത, കാര്യസാധ്യത, കാര്യലാഭം, കാര്യനിവൃത്തി, ധനലാഭം, ധന അഭിവൃദ്ധി, ഐശ്വര്യം, ധനവർദ്ധനവ്, വാഹനലാഭം, ഭൂമിലാഭം, വസ്ത്രലാഭം, ആഭരണലാഭം, ഭൂമിയോഗം, ഭവനയോഗം, ബിസിനസ്സിന് പുതിയ തുടക്കങ്ങൾ കുറിക്കുക, ഓഹരി മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ വർധനവുണ്ടാവുക, അതുപോലെ ഷെയർ മാർക്കറ്റിൽ ഊഹ കച്ചവടത്തിലും ഷെയർ മാർക്കറ്റിലും പങ്കുചേരുന്നത് മൂലം വിജയസാധ്യത കൈവരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവുക, പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള യോഗം കൈവരിക്കുക, അതുപോലെ തന്നെ പുതിയ നിർമ്മാണ പ്രവർത്തികൾക്ക് ഊക്കം കൊടുക്കുക, പുതിയ ഭൂമി വാങ്ങിക്കാനുള്ള യോഗം ഉണ്ടാവുക, അതിൽ ഭവനം വെക്കാനുള്ള യോഗം ഉണ്ടാവുക, അതിൽ കയറി താമസിക്കാനുള്ള യോഗം ഉണ്ടാവുക. നിലവിൽ ഭവന നിർമ്മാണത്തിൽ ഇരിക്കുന്നവർക്ക് അത് പൂർണ്ണമായും പണി കഴിഞ്ഞ് അതിൽ ഗൃഹപ്രവേശനം നടത്തി മനസമാധാനത്തോടുകൂടി ഇരിക്കുവാനുള്ള യോഗം ഉണ്ടാവുക, മനസമാധാനം ഉണ്ടാവുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത ഉണ്ടാവുക, ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക, നേതൃത്വ യോഗങ്ങൾ ഉണ്ടാവുക, കാര്യസാധ്യത ഉണ്ടാവുക, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സാധ്യത നിവൃത്തി ഉണ്ടാവുക, പേപ്പർ വർക്കുകളെല്ലാം കാര്യങ്ങൾ സാധിച്ചെടുക്കുക, ഭൂമി സംബന്ധമായിട്ടുള്ള തർക്ക വിഷയങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവുക, അതുപോലെ കേസ് വഴക്കുകളിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതകൾ കൈവരിക്കുക, അതുപോലെ കേസ് വഴക്കുകളിൽ നീണ്ടുപോകുന്ന അവസ്ഥകളിൽ നിന്നിട്ടുള്ള വർഷങ്ങളായി നിന്നിട്ടുള്ളതിൽ നിന്ന് മോചനം നേടുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കമ്പ്യൂട്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള സയൻസ് ഫിക്ഷൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ കൈവരിക്കുക, അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്നവർക്ക് ഗുണമേന്മകൾ ഉണ്ടാവുക, ഗുണ അനുഭവങ്ങൾ ഉണ്ടാവുക, ഗുണത്തിൻ്റെ മേൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുക, അതുപോലെ തന്നെ അവരുടെ മേലധികാരിയിൽ നിന്നും നല്ല വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി വിജയങ്ങളെപ്പറ്റി പ്രശംസിച്ച് സംസാരിക്കുക. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം പുരോഗമന പാതയിൽ ഉണ്ടാവുക. പുരോഗമനം, അതായത് പ്രമോഷനുകളെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് അത് ഉചിതമായ സമയത്ത് തന്നെ കിട്ടുക. സ്ഥാനഭ്രംശം ആഗ്രഹിക്കുന്നവർക്ക് സ്ഥാനഭ്രംശം കൈവരിക്കുവാൻ പറ്റുക. അതുപോലെ തന്നെ മോട്ടോർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മെഷീനറി സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കും നേട്ടം കൈവരിക്കാനുള്ള സാധ്യത ഉണ്ടാവുക എന്നിവയൊക്കെയാണ് വിഷുഫലത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ യോഗഫലങ്ങൾ കുറേ കാണുന്നുണ്ട്. ആ യോഗഫലങ്ങളെല്ലാം അനുഭവത്തിൽ വന്നു ചേരുവാനും അനുഭവ സമ്പത്ത് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുക. പുതിയ കൂട്ടുകെട്ട് ബിസിനസ്സുകളിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതയും പുതിയ മേഖലകൾ കണ്ടുപിടിച്ച് അതിൽ പ്രവർത്തന വിജയം ആളുകൾ, സിവിൽ സർവീസ്, അതുപോലെ കോൺട്രാക്ട് വർക്കുകൾ, അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കുകൾ, അങ്ങനെയുള്ള മേഖലകളിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതയും പുതിയ പുതിയ കോൺട്രാക്ട് വർക്കുകൾ കിട്ടുവാനുള്ള സാധ്യതയും, സ്വർണ്ണാഭരണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം പ്രശസ്തിയും ആശംസകളും, അതുപോലെ തന്നെ അർഹിക്കുന്നവർക്ക് അർഹതയും ബിസിനസ് ലാഭങ്ങളും, അതുപോലെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇറക്കുമതികൾ ചെയ്യുന്നവർക്കും പുറത്തു നിന്നും സ്വർണ്ണാഭരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നവർക്കും വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണുക. വിദേശ യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക. വിദേശ യാത്രകൾ കാര്യസാധ്യതമായി വരിക. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ദോഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് കടബാധ്യത, ആരോഗ്യ പ്രശ്നം, അതുപോലെ തന്നെ
വിഷം പിടിച്ചിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള പ്രവൃത്തി മേഖല എന്നിവയിൽ നിന്ന് റിലീഫ് ഉണ്ടാവുക, ശത്രുദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുക, ആഭിചാര ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നിവയൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങളും, അലോപ്പതി സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും, അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, നഴ്സുമാർക്കും ഡോക്ടർമാർക്കും, അതുപോലെ തന്നെ ആയുർവേദ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്ന് കൈവരിക്കുവാനുള്ള സാധ്യതകൾ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളും അനുഭവങ്ങളും അതിൽ മേഖലാ പ്രവർത്തനത്തിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതയും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരവർ അറിയിക്കുന്ന അർഹതപ്പെട്ടിട്ടുള്ള യോഗ പ്രവർത്തികളിലെല്ലാം ചേരുകയും വിജയസാധ്യത കൈവരിക്കാനുള്ള സാധ്യതയുമെല്ലാം ഈ നക്ഷത്രക്കാർക്ക്, മകനക്ഷത്രക്കാർക്ക് പൊതുവെ കൂടുതലായി കാണുന്നുണ്ട്. മകനക്ഷത്രക്കാർക്ക് ആയവ്യയം അതായത് വരവ് ചെലവ് കണക്ക് നോക്കുകയാണെങ്കിൽ വരവ് 8 ചെലവ് 14 കാണുന്നത്. അപ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചെലവാണ് കാണുന്നത്. അത് കാരണം 14 രൂപ മഹാദേവ ക്ഷേത്രത്തിൽ, അതായത് ശിവക്ഷേത്രത്തിൽ 14 രൂപ കൈക്കുമ്പിളിൽ വെച്ച് പ്രാർത്ഥിച്ച് മുൻപാണ്ടാരത്തിലും 8 രൂപ പിൻഭാണ്ഡാരത്തിലും പ്രാർത്ഥിച്ച് ഇട്ട് കഴിഞ്ഞാൽ ധനലാഭത്തിൻ്റെ ഒരു ഇത് കുറച്ച് കിട്ടുവാനുള്ള സാധ്യത, ചെലവ് കുറച്ച് കിട്ടുവാനുള്ള, വരുമാനം വർധനവും ചെലവ് കുറവ് വരുവാനുള്ള സാധ്യതകൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ആ യോഗങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യത ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് പ്രവൃത്തി മേഖലകൾ പുതിയ തൊഴിൽ മേഖലകളിലും അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ നിന്ന് മാറ്റങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൽ ജാതകമെല്ലാം പരിശോധിച്ച് ഗുണാനുഭവങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിൽ പ്രവേശിക്കുക എന്നുള്ളതൊക്കെയാണ് പറയാനുള്ളത്. നമസ്കാരം.